എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മീൻ പൊള്ളിച്ചത് ഉഗാണ്ടൻ സ്റ്റൈലിൽ മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഗ്യാസ് അടുപ്പയിലൊന്നുമല്ല, സെഗ്രി കരിയടുപ്പയിലാണ്. സെഗ്രി ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെഗ്രിയിൽ വെച്ചാണ് ഇത് മീനിൻ്റെ മസാലയൊക്കെ ചേർത്ത് നേരത്തെ ഒരു 2-3 മണിക്കൂറിന് മുന്നേ തന്നെ ചേർത്ത് വെച്ചിരുന്നതാണ്. അതിപ്പം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇവരിങ്ങനെയാണ് നിറച്ച് കറിവേപ്പില അടിയിൽ നിരത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിന് ശേഷം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പൊള്ളിക്കാൻ എടുക്കുമ്പോൾ നമ്മളെ നാട്ടിൽ ചെയ്യുന്നത് പോലെ സവാള, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പുളി 2 കഷ്ണമായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളവും കൂടെ ചേർത്ത് വഴട്ടും. അപ്പോൾ പുളിയും കൂടെ ചേർത്തിട്ടാണ് വഴട്ടുന്നത്. വഴട്ടിയിട്ട് അത് തണുക്കാൻ വേണ്ടി വെച്ചിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാലെടുത്തിട്ട് പുളി മാറ്റിയിട്ട് നമ്മൾ അരച്ചെടുക്കും. ആ മസാലയാണ് ഈ ചേർത്തിരിക്കുന്നത്. അപ്പം പീസായിട്ട് കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. കാരണം ഇവർ ടൊമാറ്റോയും കപ്പലണ്ടിയും ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിയിലയും കൂടെ ചേർത്ത് ഇവരിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റൈലിൽ ഞാനിങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അവൾ തന്നെയാണ് ചെയ്യുന്നത്. അവർ നല്ല ഭംഗിയായിട്ടത് ചെയ്യും. അവർക്കത് നന്നായിട്ടിങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാനൊക്കെ അറിയാം. കഴിച്ചവരൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം വെളിച്ചെണ്ണയിലാണ് മീൻ വറുത്തെടുത്തതും വഴറ്റിയെടുത്തതും. കാരണം കരിമീനൊക്കെ പൊള്ളിച്ചെടുക്കുന്നതെല്ലാം അതിലാണല്ലോ. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നാലും സെഗ്രി അടുപ്പ് ഞാനൊന്ന് കാണിച്ചില്ല. അപ്പം സെഗ്രി അടുപ്പ് ഞാനൊന്ന് കാണിക്കുക. ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കരിയടുപ്പിലാണ് ചെയ്യുന്നത്. ഇതിൽ കരിയാണ് ഇട്ടേക്കുന്നത്. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് പൊള്ളിച്ചെടുത്തതാണ്. ഈ മസാല ഫുള്ളും അതിൽ പിടിച്ചിരിക്കും. ഇതുപോലെ നമ്മൾ സാധാരണ പൊള്ളിക്കുമ്പം കിട്ടുന്നത് പോലെ മസാലകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകില്ല. എല്ലാം പറ്റി അതിലിരിക്കും. കഴിക്കുന്നവരൊക്കെ വളരെ ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പം പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് തിലോപ്പിയാണ് കേട്ടോ, വേറെ ഒരു മീനുമല്ല. ഇവിടുന്ന് ഇപ്പോഴും ഡാമിൽ നിന്ന് പിടിക്കുന്ന ഫ്രഷായിട്ടുള്ള തിലോപ്പിയാണ്. കരിമീനൊന്നും ഇവിടെ കിട്ടാനില്ല. അപ്പം പുതിയൊരു രീതിയിൽ മീൻ പൊള്ളിച്ചെടുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ടേക്ക് കെയർ. ബൈ.